കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നീ കറക്റ്റ് സമയത്താ വന്നത്. നീ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ സിറ്റുവേഷൻ ആകെ മാറിയനെ. എന്തുപറ്റി എടുത്തി? അതാടാകില്ലേ നാളത്തെ മൈലാഞ്ചി കല്യാണം ഇല്ലേ? അതെ, മൈലാഞ്ചി കല്യാണം. ആ ഫംഗ്ഷനില് വസുവിനെ കൂടെ കൊണ്ടുപോകണമെന്ന് അഭി ആഗ്രഹിക്കുക. ആ കാര്യം ചേച്ചി എങ്ങനെ അറിഞ്ഞു? ഞങ്ങൾക്ക് പിന്നെ അറിയാതിരിക്കോ? അഭി ആ രീതിയിൽ സെറ്റ് ചെയ്തത് ഞാനല്ലേ. നിങ്ങൾ സെറ്റ് ചെയ്തെന്നോ? കേട്ടോടിയത് നിന്റെ വലിയേട്ടനും വലിയേച്ചിയും ഈയിടെയായിട്ട് വലിയ സെറ്റിങ്ങിലാണല്ലോ. എല്ലാവരും വസുവിനെ തന്നെയാ സപ്പോർട്ട് ചെയ്യുന്നത്. എന്നെ ഒഴിവാക്കി. അങ്ങനെയൊന്നും ഇല്ല വസു, ഏട്ടൻ വെറുതെ പറയുന്നതാ. ആരെങ്കിലും പറഞ്ഞാല് അഭി അനുസരിക്കുന്നാണോ? ഞാൻ പറയുന്നത് ശരിയല്ലേ അഖിൽ? അതെ അടുത്തി, അഭിയേട്ടൻ ഏത് കാര്യവും സ്വന്തമായിട്ട് തീരുമാനിക്കാണല്ലോ ചെയ്യാറ്. മറ്റുള്ളവര് പറയുന്ന കേൾക്കാറേ ഇല്ലല്ലോ. പ്രത്യേകിച്ച് വലിയേട്ടൻ പറയുകയാണെങ്കിൽ കേൾക്കുകയില്ല. ഇല്ലടാകില്ലേ, സത്യമായിട്ട് അഭിയോട് ഞാൻ പറഞ്ഞതാ. മതി മതി നിർത്ത്. ഞാൻ എങ്ങനെങ്കിലും പറഞ്ഞ് ശരിയാക്കി എടുക്കുമ്പോ നിങ്ങൾ ഇടയ്ക്കൊരു കുളവാക്കണം. സത്യം പറ ചേച്ചി, എന്നെ ഫംഗ്ഷന് കൊണ്ടുപോകണമെന്ന് അദ്ദേഹത്തിന് തോന്നിയതാണോ അതോ നിങ്ങൾ തോന്നിപ്പിച്ചതാണോ? ഞാൻ ചുമ്മാ കളിക്ക് പറഞ്ഞല്ലേ. ഇത് അഭിയുടെ തീരുമാനം തന്നെയാ. അത് കേട്ടോടി, അഭിക്കും വസുവിന്റെ ഇടയില് ഇവര് പാലം കെട്ടാൻ ശ്രമിക്കുക. അത് വസു അറിഞ്ഞ സങ്കടപ്പെട്ടാലോ എന്ന് കരുതി അത് കവർ ചെയ്യാൻ നോക്കുന്നുണ്ടോ? എല്ലാവരും ഇപ്പൊ ഒറ്റക്കെട്ടാ, ഞാൻ മാത്രം ഒറ്റയ്ക്ക്. അപ്രതീക്ഷിതമായിട്ട് എന്നോട് ചോദിച്ചത്. എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അമ്മയോട് ചോദിച്ചാ എന്നെ വഴക്ക് പറയൂന്നുള്ള പേടിയുണ്ട് എനിക്ക്. ഞാൻ പറഞ്ഞതിന് ആ കാർത്തിക ഒരു വിലയും കാണിച്ചില്ല. വേറെ ആരോട് പറഞ്ഞാ അത് ശരിയാവും? അഭിയോട് പറയാൻ പറഞ്ഞാലോ? അതിനേക്കാൾ നല്ലത് ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുന്നതാ ഭാസ്കരേട്ടാ. അതും സത്യാവസു. നമ്മൾ അഭിയെ കൊണ്ട് ചോദിപ്പിച്ചാലും അമ്മയ്ക്ക് ചിലപ്പോ ദേഷ്യം വരാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ആ വിഷയം അങ്ങ് വിട്ടേക്കാം ചേച്ചി. അതാ നല്ലതെന്ന് എനിക്കും തോന്നുന്നത്. എന്താ ചേച്ചി, എല്ലാവരും കൂടി പറഞ്ഞ അമ്മയെ സമ്മതിപ്പിക്കുമെന്ന് വിചാരിച്ചപ്പോ ആ വിഷയം അങ്ങ് വിടുവാണോ? വെറുതെ പറഞ്ഞല്ലേ വസു. നീ ഇത്രയും ആഗ്രഹിച്ച് പറഞ്ഞ സ്ഥിതിക്ക് എങ്ങനെയാ ഞാൻ വേണ്ടാന്ന് വെക്കുന്നത്? എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. കണ്ടോടിയത്, നിന്റെ അഖിലിന്റെ അടുത്ത് എന്തോ ഐഡിയ ഉണ്ട്. അഖിൽ എല്ലാവർക്കും ഐഡിയ പറഞ്ഞു കൊടുക്കുക, എനിക്ക് മാത്രം പറഞ്ഞു തരില്ല. പക്ഷേ അത് ഉണ്ണി കൊണ്ട് മാത്രമേ വർക്കൗട്ട് ആവൂ. ആദ്യം ഐഡിയ എന്താന്ന് പറ. സൂപ്പർ അഖിൽ. ഓക്കേ. അതുവരെ വളുവളാന്നും പറഞ്ഞ് സംസാരിച്ചോണ്ടിരുന്നവര് പ്ലാനിങ് സമയത്ത് ആരും കേൾക്കാതെ കുശുകുശു എന്ന് മന്ത്രിച്ചത് കേട്ടോ. അവരുടെ കൂട്ടുകത്തെ ബുദ്ധി നശിച്ചു പോട്ടെയല്ല. നീ എന്താടി കല്ല് പോലെ ഇങ്ങനെ ഇരിക്കുന്നത്? ആലോചിച്ചോണ്ടിരിക്കുക. അറിയാത്തൊരു കാര്യത്തെ പറ്റി എത്ര ആലോചിച്ചാലും അത് വേസ്റ്റാ. ഞാൻ കേട്ടില്ല എന്ന് കരുതി വെറുതെ ഇരിക്കുന്നു വിചാരിക്കണ്ട. അവരുടെ ഐഡിയ എന്താണെന്ന് മനസ്സിലായല്ലോ. നാളെ മുതലേ ആ അഭിയും വസുവും ചേർന്ന് ഇവന്റിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങും. അതിന് നിന്റെ അമ്മായിയെ സമ്മതിപ്പിക്കലാണ് അവരുടെ പ്ലാൻ. എങ്ങനെ സമ്മതിപ്പിക്കുമെന്നും അവരെങ്ങനെ പുറത്തു പോകുമെന്നും ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങളൊന്നും നോക്കണ്ട, എന്നെ പോലെ മര്യാദക്കിരുന്നാ മതി. എന്താടി പറയുന്നേ? അവരെ പ്ലാൻ നശിപ്പിക്കണ്ടേ? വേണ്ട, അവരുടെ പ്ലാൻ എന്ത് തന്നെ ആയാലും അത് സക്സസ് ആവണം. വസുവേട്ടത്തി ഇവിടുന്ന് പോണം.
അപ്പോ നീ അവരുടെ കക്ഷി ചേർന്നോ? വസുവിന്റെ കമ്പനി ആയോ നീ? ഇല്ല, എന്റെ പ്ലാൻ എന്താ? എനിക്ക് പുറത്തു പോയി ഫാഷൻ ഡിസൈനിങ് ചെയ്യണം. അതിനമ്മ സമ്മതിക്കാനും പോകുന്നില്ല. വസുവേട്ടെത്തിയ പുറത്തേക്ക് പോകാൻ അമ്മ സമ്മതിച്ചെന്ന് വെച്ചോ, അതിനെ ഒരു വഴിയായി കണ്ട് ഞാനും പുറത്തേക്ക് പോയി ഫാഷൻ ഡിസൈനിങ് ചെയ്യും. സോ വസുവേട്ടെത്തിയെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഭയങ്കരി, നിനക്കെപ്പോഴാണ് ഇത്രയും ബുദ്ധി ഉണ്ടായത്? ബൈ ബർഡ്സ് ഞാനൊരു ബുദ്ധിശാലി ആയിരുന്നു. പക്ഷേ നിങ്ങളുടെ കൂടെ കൂടി എന്റെ ബ്രെയിന്റെ ഷാർപ്നെസ് എല്ലാം പോയി കിട്ടി. പറയടി, നീ എന്നെ തന്നെ പറയേ. നിനക്ക് എന്നല്ലേ കിട്ടുള്ളൂ. ഞാനില്ലായിരുന്നെങ്കിൽ നിന്റെ ബുദ്ധി ഒന്ന് കാണായിരുന്നു. അബിയുടെ കൂടെ വസുവും പുറത്തേക്ക് പോവാണെങ്കിൽ അവര് തമ്മിൽ കൂടുതൽ അടുക്കില്ലേ? നിന്റെ വല്യേട്ടനും വല്യേച്ചിയും അഖിലും അതിനല്ലേ പ്ലാൻ ചെയ്യുന്നത്, വസുവിനെയും അബിയെയും ഒന്ന് ചേർക്കാൻ വേണ്ടി. അവരൊരുമിക്കണമെങ്കിൽ ഒരുമിക്കട്ടെ, അതിന് എനിക്കെന്ത് നഷ്ടം വരാനാ? നിനക്ക് തെറ്റി. വസു അബിയും തമ്മിൽ അടുത്താ പിന്നെ വസു ആയിരിക്കും ഈ വീട്ടിലെ മഹാറാണി. നിനക്കും നിന്റെ ഭർത്താവിന് ഒരു ഇമ്പോർട്ടൻസും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞതൊക്കെ നീ മറന്നോടി. ഒന്നും ഞാൻ മറന്നിട്ടില്ല. അതുപോട്ടെ, ഒരുമിപ്പിക്കുന്നത് കഷ്ടമായിരിക്കാം, പക്ഷെ പിരിക്കാൻ എന്ത് എളുപ്പാ. ചേരുന്നതിന് മുമ്പേ പിരിക്കുന്നതല്ലേ കൂടുതൽ നല്ലത്. ഓഫ് കോഴ്സ്, കൂട്ടത്തിൽ എനിക്കൊരു ഗോളും ഉണ്ടല്ലോ. ആദ്യം ഞാൻ ഫാഷൻ ഡിസൈനിങ് ചെയ്യണം. അതിനുശേഷം വസുവേട്ടത്തി ചെയ്യുന്നത് നോക്കാം. എന്നിട്ട് ആന്റി പറയുന്നത് കേൾക്കാം. ഞങ്ങളുടെ നാട്ടിൽ നിന്നെ പോലൊരു പെണ്ണുണ്ടായിരുന്നു. ബന്ധുക്കളൊക്കെ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണമെന്നും പറഞ്ഞ് താലി കെട്ടാൻ വന്നവനെ അവൾ തടഞ്ഞു നിർത്തി. അവളുടെ സ്വന്തക്കാരും വന്നില്ല, അവളുടെ കല്യാണവും നടന്നില്ല. സോറി ആന്റി, നിങ്ങളുടെ ഉദാഹരണങ്ങൾ കേട്ടോണ്ടിരിക്കാനുള്ള സമയം എനിക്കില്ല. അവർക്ക് ഐഡിയാസ് പറഞ്ഞു കൊടുക്കുന്ന അഖിലിനെ എനിക്ക് ആദ്യം കാണണം. പോയിട്ട് വരാം. പോടി പോ. ഫാഷൻ ഡിസൈൻ ആണ് നിന്റെ പ്രശ്നമെങ്കിൽ ഈ വീട്ടിൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ പുതുതായി ഉണ്ടാക്കുന്നതാണ് എന്റെ ലക്ഷ്യം. വസു എങ്ങനെ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നു ഞാനൊന്ന് കാണട്ടെ. അവളെ ഈ വീട്ടിലെ അടുക്കളക്കാരിയാക്കിയില്ലെങ്കിൽ ഞാനൊരു പെൺശകുനി അല്ലെന്ന് വെക്കും. അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ ചേച്ചി? ദേ നോക്ക്, നമ്മുടെ ഉണ്ണി വന്നു. നീ അവനോട് സംസാരിച്ച് പ്ലാന് പറഞ്ഞ് സമ്മതിപ്പിക്ക്. രാവിലെ ഞാനും ഉണ്ണിയും തമ്മിൽ ചെറുതായിട്ടൊന്ന് വഴക്കുണ്ടാക്കി. വസു, ഈ സമയത്ത് ഇങ്ങനെ പിണങ്ങി നിന്നാൽ എങ്ങനെയാ? അമ്മ ഇപ്പൊ നമ്മളോട് നല്ല സ്നേഹത്തോടല്ലേ പെരുമാറുന്നേ. അതുകൊണ്ട് അമ്മയുടെ കണ്ണില് ഞാനാണ് ഗ്രേറ്റ്, ഉണ്ണിയാണ് ഗ്രേറ്റ് എന്ന് പറഞ്ഞ് വാക്ക് തർക്കം ഉണ്ടായി. ഇപ്പൊ നിനക്ക് ഇതിന്റെ ആവശ്യം വല്ലതുണ്ടായിരുന്നോ? അവനെ കൊണ്ട് പെട്ടെന്നൊരു ആവശ്യം ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ആവശ്യം നിന്റേതായത് കൊണ്ട് നീ പോയി സംസാരിക്കണം. വേറെന്തെങ്കിലും മാർഗമുണ്ടോ? വേറെ ഒരു മാർഗവും ഇല്ലേ ചേച്ചി? വഴിയുണ്ട്. നീ ഈവന്റിന് പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നതാ നല്ലത്. ഇല്ല, എനിക്ക് പോണം. പോണോ അല്ലേ? അപ്പൊ ഉണ്ണിയോട് പോയി സംസാരിക്കും. പോ വസു. ഉണ്ണി, സ്കൂൾ എങ്ങനെയുണ്ട്? സ്കൂൾ എവിടെ നടന്നും പോയില്ല, ഓടിയും പോയില്ല, ഇരുന്ന സ്ഥലത്ത് അതേപോലെ ഉണ്ട്. ഞാൻ നിന്നെ കുളിപ്പിച്ചു തരട്ടെ? അമ്മ പോയി ചെറിയ കുട്ടികളെ കുളിപ്പിച്ചാ മതി, എന്നെ കുളിപ്പിക്കണ്ട. ഹോംവർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യട്ടെ? പഠിക്കാൻ അറിയാത്തവരെ പോയി ഹെൽപ്പ് ചെയ്യേ, എനിക്ക് വേണ്ട. സ്നാക്സ് നിനക്ക് എന്താ വേണ്ടത്? നിനക്ക് നൂഡിൽസ് അല്ലേ ഇഷ്ടം? ഞാൻ ഉണ്ടാക്കട്ടെ? എനിക്കൊന്നും വേണ്ട. എന്താ ഉണ്ണി, എന്ത് ചോദിച്ചാലും നീ വേണ്ടെന്ന് പറയുന്നേ? എന്നെക്കാട്ടിലും അമ്മ ഗ്രേറ്റ് എന്നൊക്കെയല്ലേ പറയുന്നേ. നീ അതൊക്കെ മനസ്സിൽ വെച്ചിരിക്കുകയാണോ ഉണ്ണി? മൈൻഡിൽ വെച്ചിരിക്കാൻ ഞാൻ. മോന് ദേഷ്യം വന്നോ? ഹേർട്ടായി. സോറി ഉണ്ണി. ആവശ്യമില്ല.
നീ തന്നെയാ ഗ്രേറ്റ്. തോന്നുന്ന സമയത്ത് പറയാനുള്ള വാക്കൊന്നും അല്ല അത്. അങ്ങനെയല്ല. എന്തല്ലാന്ന്? അത് പിന്നെ നീ എനിക്കൊരു ചെറിയ ഹെൽപ്പ് ചെയ്തു തരാമോ? അതിനാണോ ഇപ്പൊ എന്നോട് വന്ന് ഗ്രേറ്റ് ആന്നൊക്കെ പറഞ്ഞേ? അയ്യോ, അതങ്ങനെയല്ല. അപ്പൊ ഞാൻ ഗ്രേറ്റ് അല്ലെന്നാണോ? ഗ്രേറ്റ് ആണ്. പിന്നെ ഇപ്പൊ ഇല്ലാന്ന് പറഞ്ഞു. നിനക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ ഇല്ലയോ? ചെയ്യില്ല. എന്തിനു ഹെൽപ്പ് ചെയ്യണം? ചെയ്യണ്ട, എനിക്ക് നിന്റെ ഹെൽപ്പും വേണ്ട. ആവശ്യമില്ലെങ്കിൽ പൊക്കോ. പോവാ. ഏയ് ഹണി, നീ എന്റെ ഷർട്ടിലെ ബട്ടൺ ഒന്ന് ഊരിത്താടി. എന്താ നിനക്ക് കൈയില്ലേ? അങ്ങനെയൊന്നുമില്ല. ഹസ്ബൻഡ് ഓഫീസിലേക്ക് പോകുമ്പോ ഷർട്ടിന്റെ ബട്ടൺ ഇട്ട് കൊടുക്കുന്നതും പിന്നെ ഓഫീസിൽ നിന്ന് തിരികെ വന്നു കഴിഞ്ഞാ ഷർട്ടിന്റെ ബട്ടൺ അഴിച്ചു കൊടുക്കുന്നതും അതൊക്കെ കുറച്ച് റൊമാൻറ്റിക് ആയിരിക്കും. അതുകൊണ്ടാ. ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു മൂഡിലല്ല. എന്നാ ശരി, കുടിക്കാൻ കുറച്ച് കോഫി കൊണ്ടുവരുമോ? എന്താ നിനക്ക് കോഫി ഉണ്ടാക്കി കൂടെ? ഇവക്ക് എന്തോ പറ്റി? ഇന്ന് ഭയങ്കര കലിപ്പിലാണല്ലോ. ഹണി, ദേഷ്യം വരുമ്പോ നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ? ഓഫ് കോഴ്സ്, ദേഷ്യം വന്നാ പെമ്പിള്ളാരെ കാണാൻ പ്രത്യേക ഒരു ഭംഗിയായിരിക്കും. അതിന് എത്ര പെമ്പിള്ളാരെ കണ്ടിട്ട് വന്നിരിക്കുന്നെ? ഏയ്, നീ എന്തൊക്കെയാടി പറയുന്നേ? ഞാൻ ഏകപത്നി വ്രതക്കാരനാ. സന്തോഷമായി. നിനക്ക് എന്ത് പറ്റിയടി? എന്തിനിങ്ങനെ ദേഷ്യപ്പെടുന്നേ? അല്ലാതെ പിന്നെ നാട്ടിലുള്ള എല്ലാവർക്കും ഐഡിയ കൊടുക്കുന്നുണ്ടല്ലോ, എനിക്ക് മാത്രം പറഞ്ഞു തരില്ല. അപ്പൊ നീ മൊത്തം കേട്ടു അല്ലേ? അതിനെങ്ങനെ കേൾക്കാനാ? എല്ലാം രഹസ്യത്തിലല്ലേ സംസാരിച്ചേ? രക്ഷപ്പെട്ടു. ഇവള് കേട്ടില്ല, അതുകൊണ്ട് പ്ലാൻ സേഫ്. ഇപ്പൊ എന്താ പറ്റിയ ഹണി? നിങ്ങളുടെ ഏട്ടത്തിക്ക് മാത്രമേ ഐഡിയ കൊടുക്കുള്ളൂ, എനിക്ക് തരില്ല. അത് പിന്നെ എന്റെ ഏട്ടനും ഏട്ടത്തിയും തമ്മിൽ അടുക്കണ്ടേ? അവർക്കിടയിലെ കെമിസ്ട്രി വർക്കൗട്ടായി റൊമാൻസ് ഒക്കെ ഒത്തുവരണ്ടേ? ആ അതെ അതെ, ഉള്ള കുട്ടികളെ പോരാതെ 10 കുട്ടികളെ പ്രസവിക്കായിരിക്കും. അതിന് നമുക്കെന്താ? അല്ല, നമുക്കും ഒരു ഡസൻ പിള്ളേരൊക്കെ വേണ്ടേടി. ഞാൻ സംസാരിക്കുന്നത് കുട്ടികളെ പറ്റിയല്ല, എന്നെ പറ്റിയാ. ജോബിന്റെ കാര്യത്തിൽ എന്തായി തീരുമാനം? എന്തിനാ മോളെ നീ ജോബിന് പോണെന്ന് വിചാരിക്കുന്നേ? എന്താ, ഞാൻ ജോബൊന്നും ചെയ്യാൻ പാടില്ലേ? അതുകൊണ്ടൊന്നും അല്ല കാർത്തിക. നിങ്ങളുടെ ഏട്ടത്തിക്ക് ജോലിക്ക് പോകാം, എനിക്ക് പൊക്കൂടെ? ഏടത്തിക്ക് ഒരു പർപ്പസ് ഉണ്ട്. എനിക്ക് പാഷൻ ഉണ്ട്. ഓക്കെ, നിനക്ക് ജോലിക്ക് പോണം, അത്രയല്ലേ ഉള്ളൂ. ആദ്യം ഏടത്തി ഈവന്റ് ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ, അത് കഴിഞ്ഞ് നിനക്കും പോവാലോ. ആ, അപ്പൊ എന്നെയും കൂടി ജോബിന് കൊണ്ടുപോവല്ലോ. ആദ്യം അമ്മ ഒന്ന് സമ്മതിക്കട്ടെ. ഇത് ട്രയൽ ആണെന്ന് കൂട്ടിക്കോ. ശരിക്കും? ഏടത്തി ഈവന്റ് ചെയ്യുന്നതും അച്ഛനും അമ്മയും ഒന്ന് സമ്മതിച്ചു കഴിഞ്ഞാ പിന്നെ നിന്റെ കാര്യം ഉറപ്പായിട്ട് അവർ സമ്മതിക്കും. ഷുവർ ആണോ? ഷുവർ ഹണി. ഇനി പോയി കോഫി കൊണ്ടുവാ. അല്ല, പ്ലാൻ എന്താ? അമ്മ എങ്ങനെ സമ്മതിപ്പിക്കും? അത് സസ്പെൻസ്. എന്നോട് പറയില്ലേ? നീ കാണാൻ പോവല്ലേ മോളെ? എന്താ വസു, ഉണ്ണി സമ്മതിച്ചായിരുന്നോ? അവൻ വല്ലാതെ ജാട കാണിക്കുക ചേച്ചി, വല്ല സ്റ്റൈല് കാണിക്കുക. എന്നെ ഹെൽപ്പ് ചെയ്യില്ലാന്ന് അങ്ങനെ പറഞ്ഞോ? എനിക്ക് ഈഗോ തോന്നിയപ്പോ ഞാനിങ്ങ് വന്നു. സ്വന്തം മോനോട് നിനക്കെന്തിനാ ഈഗോയൊക്കെ? അവൻ ഇത്രക്ക് ഈഗോ ഉണ്ടെങ്കിൽ എനിക്കും ഉണ്ടാവില്ലേ? വഴക്കുണ്ടാക്കേണ്ട സമയമാണോ ഇത്? അഹങ്കാരം കാണിക്കേണ്ട പ്രായമാണോ ഇത്? അവന് ഞാൻ എന്തുമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ഹെൽപ്പ് അവന് എനിക്ക് വേണ്ടി ചെയ്യാമായിരുന്നല്ലോ.
ആവശ്യം നമ്മുടേതായി പോയില്ലേ വസു? അവന്റെ സഹായം എനിക്ക് ആവശ്യമില്ല. അപ്പോ ഈവന്റിന് പോകാതെ വീട്ടിൽ തന്നെ ഇരുന്നോ? അയ്യോ അത് വേണ്ട ചേച്ചി, എങ്ങനെങ്കിലും പോയേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ വേറെ ഒരു വഴിയുമില്ല. നമുക്ക് ഉണ്ണിയ ഒരേ ഒരു ആശ്രയം. അവൻ ഭയങ്കര ഓവറായിട്ട് എന്നോട് പെരുമാറുന്നേ. എന്ത് ചെയ്തോ എങ്ങനെ ചെയ്തോ അവനെ സമ്മതിപ്പിക്കേണ്ട നിന്റെ കയ്യിലാ. നിനക്ക് നിന്റെ ഭർത്താവിന്റെ കൂടെ പുറത്തു പോണമെങ്കിൽ നിനക്ക് ഉണ്ണിയുടെ ഹെൽപ്പ് കൂടിയേ പറ്റൂ. നന്നായിട്ട് ആലോചിച്ചൊരു തീരുമാനം എടുക്കും. എന്താ ഏട്ടാ ഇതെന്താ ഈ എഴുതിക്കൊണ്ടിരിക്കുന്നേ? കഴിക്കാൻ വരുന്നില്ലേ? കഴിഞ്ഞു ഒരു 5 മിനിറ്റ്. ഏട്ടൻ ലേറ്റായിട്ടാ ഭക്ഷണം കഴിക്കാൻ വരുന്നെങ്കിൽ മരുമക്കളൊക്കെ എപ്പോഴാ കഴിക്കുക? ഏട്ടൻ കഴിച്ചിട്ടല്ലേ അവരൊക്കെ കഴിക്കാറുള്ളൂ. പാവം. എന്താ ഇങ്ങനെ നോക്കുന്നേ? എനിക്ക് വയറ് നിറഞ്ഞു ജയന്തി. ഭക്ഷണം കഴിക്കാതെ എങ്ങനെയാ ഏട്ടാ വയറ് നിറഞ്ഞേ? മരുമക്കളെ പറ്റി നീ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ മനസ്സിന് ഒരുപാട് സന്തോഷമായി ജയന്തി. അതൊക്കെ പോട്ടെ, എന്ത് നല്ല വാർത്തയാ ഞാനിപ്പോ അതിന് പറഞ്ഞത്. നീ നല്ല മനസ്സോടെ പറഞ്ഞതുകൊണ്ട് അത്ഭുതപ്പെട്ടുപോയി ഞാൻ. നിന്നെ ഇങ്ങനെ കാണാനാണ് ഞാൻ ആഗ്രഹിച്ചത്. മരുമക്കളുടെ വിശപ്പിനെ പറ്റി ഒരമ്മയെ പോലെ ചിന്തിക്കുന്നത് തീർച്ചയായും മരുമക്കൾ ചെയ്ത പുണ്യം കൊണ്ടാ. ഏട്ടന്റെ ഒരു കാര്യം ഇങ്ങനെ പുകഴ്ത്തല്ലേ. ഞാൻ നിന്നെ വെറുതെ പുകഴ്ത്തിയതല്ല ജയന്തി. പിക്നിക് കഴിഞ്ഞ് വന്നതിന് ശേഷം നീ എന്തുമാത്രം മാറിപ്പോയെന്നറിയാമോ? മരുമക്കൾ ഇപ്പോ അമ്മായിയെ അമ്മയായിട്ടാ കാണുന്നേ. ഞാനതിനെന്താ ചെയ്തേ? എല്ലാം ഞാൻ കാണുന്നുണ്ട് ജയന്തി. വസുവിനോട് സ്നേഹത്തോടെ സംസാരിക്കുന്നത്, ഉണ്ണിയോട് ഇഷ്ടം കാണിക്കുന്നത്, ദേഷ്യപ്പെടാതെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം നിനക്ക് വന്ന നല്ല മാറ്റങ്ങളല്ലേ? അവരൊക്കെ നന്നായിരിക്കുമ്പോ ഞാൻ എന്തിനാ മോശക്കാരിയാവുന്നേ? എനിക്ക് അവരോടങ്ങനെ ദേഷ്യപ്പെടണമെന്നൊന്നുമില്ല. എല്ലാവരും നന്നായ അത് കണ്ട് ഞാൻ സന്തോഷിക്കുകയല്ലാതെ ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ? എന്റെ ജയന്തിയെക്കുറിച്ച് എനിക്കറിയില്ലേ. ദൈവം നമുക്ക് പെൺമക്കളെ തരാത്തതിൽ ദുഃഖമുണ്ടായിരുന്നു. ഇപ്പൊ ഒറ്റയടിക്ക് മക്കളുടെ രൂപത്തിൽ 3 മരുമക്കളെ തന്നില്ലേ? എനിക്ക് സന്തോഷമുണ്ട് ജയന്തി. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാനായിട്ട് എന്തിനാ മരുമക്കളോട് എതിർപ്പ് കാണിക്കുന്നേ? നല്ല രീതിയില് വീട്ടിൽ തന്നെ ഇരുന്ന് എല്ലാവരും ചേർന്ന് വീട്ടുജോലികളൊക്കെ ചെയ്ത് നമ്മുടെ വാക്കിന് വില തന്ന് സ്നേഹത്തോടെയും മര്യാദയോടെയും നടക്കുകയാണെങ്കിൽ എനിക്കത് മതിയേട്ടാ. നമുക്ക് അങ്ങനെയുള്ള മരുമക്കളല്ലേ കിട്ടിയിരിക്കുന്നത് ജയന്തി. ആദ്യം വന്ന ഭാവനയായാലും ഇപ്പൊ വന്ന വസുവും കാർത്തികയായിരുന്നാലും വളരെ നല്ല കുട്ടികളാണ്. നീ ആഗ്രഹിച്ചതുപോലെ വീട്ടിൽ തന്നെ നിന്ന് നിന്റെ വാക്കുകൾക്ക് ബഹുമാനം തരുന്നു. നിന്റെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ച് അവർ പെരുമാറുന്നു. അവരങ്ങനെയാണെങ്കിൽ ഞാനവർക്ക് അമ്മയായിരിക്കും. അതല്ല എതിർക്കുകയാണെങ്കിൽ അമ്മായിയാകും. അതാ വ്യത്യാസം. നിനക്ക് അങ്ങനെ ഒരു അവസ്ഥ വരരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനും എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിക്കാറുണ്ട്. മരുമക്കൾക്കും എനിക്കും ഇടയിൽ യാതൊരു വിധത്തിലുള്ള അകൽച്ചയോ വഴക്കോ ഉണ്ടാവരുതെന്ന്. എല്ലാവരും ആനന്ദത്തോടെയും സന്തോഷത്തോടെ ഇരിക്കണമെന്ന് എനിക്ക്. തഥാസ്തു. എല്ലാം നിന്റെ ആഗ്രഹം പോലെ നടക്കും. ശരി, ആദ്യം കഴിക്കാൻ വാ. നീ മുമ്പേ പോയിക്കോ, ഞാൻ പുറകെ വരാം. വേഗം വരണേ. നമ്മുടെ പ്ലാന് മൊത്തത്തില് നമ്മുടെ ഉണ്ണിയെ ആശ്രയിച്ചിട്ടാ ഇരിക്കുന്ന കാർത്തിക. അമ്മയും ഉണ്ണി ഇപ്പൊ നല്ല ക്ലോസ് ആയതുകൊണ്ട് ഉണ്ണിയെ കൊണ്ട് മാത്രമേ ഇത് നടക്കൂ. അമ്മയുടെ ഉണ്ണി എന്താ പറയാൻ പോകുന്നേ? എന്ത് പറഞ്ഞാലും ശരി, വാടച്ച മിണ്ടാതിരുന്നോണം. അമ്മയുടെ മുമ്പിൽ വെച്ച് വാതുറന്ന് എന്തെങ്കിലും പറഞ്ഞാ നാക്ക് ഞാൻ തച്ചു വെക്കും. തയ്ക്കുക മാത്രമല്ല, നാവ് മുറിച്ച് കാക്കയ്ക്കും പൂച്ചയ്ക്കും എറിഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഓർമ്മ വെച്ചോ. കോഴിക്കടയുടെ മുന്നിൽ ഒരു കോഴിക്കുഞ്ഞു വന്ന് ഒച്ചയിടുന്നത് പോലെ നിങ്ങൾ എന്റെ ഓൺ ചെയ്യുന്ന കുരുത്ത കട്ടോമാരെ. നമ്മൾ ഉണ്ണിക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ട് വസുവിനെ ഹെൽപ്പ് ചെയ്യണം കാർത്തിക. അമ്മയെ എങ്ങനെയെങ്കിലും ഒക്കെ സമ്മതിപ്പിച്ച്
വസുവിനെ ഈ ഈവന്റിന് അയച്ചേ പറ്റൂ കാർത്തിക. വസുവേട്ടത്തി ഞാൻ ഹെൽപ്പ് ചെയ്തോളാം, അതൊക്കെ. പക്ഷെ എന്നെ ആരാ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നേ? നിനക്കിപ്പോ എന്ത് ഹെൽപ്പാ വേണ്ടത്? എനിക്ക് ഫാഷൻ ഡിസൈനിങ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. ഇതെപ്പം മുതലാ? പണ്ട് മുതലേ ഉണ്ട്. ആക്ച്വലി ഇന്ന് ഈ കാര്യം പറയാനാ ഞാൻ അമ്മയുടെ അടുത്തേക്ക് വന്നത്.